Welcome to BSc Main Physics, Semester 1, Class number 8, Chapter 1, Dynamics of Rigid Bodies. And we are seeing moment of inertia derivations, moment of inertia in simple cases. And today we discuss MI of solid cylinder, moment of inertia of solid cylinder. And this is for Semester 1, BSc Physics Main Students, Class number 8. MI of solid cylinder, moment of inertia of solid cylinder. You see, MI of solid cylinder. MI of solid cylinder about an axis through center and perpendicular to length is given by I is equal to m into L square by 12 plus R square by 4. MI of solid cylinder about an axis passing through center and perpendicular to length is given by I is equal to m into L square by 12 plus R square by 4. And this relation we derive as follows. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു സിലിണ്ടറിൻ്റെ അറിയാമല്ലോ, ഒരു വെട്ടാത്ത പെൻസിൽ, റൂളറൊക്കെ എന്നൊക്കെ പറയും, റൂളർ, വെട്ടാത്ത ഒരു പെൻസിൽ അതൊക്കെ പറയാം നമുക്ക്. അപ്പോൾ ഒരു റൂളറിൻ്റെ അല്ലെങ്കിൽ ഒരു സിലിണ്ടറിക്കൽ റോഡിൻ്റെ MI കാണുന്ന മെത്തേഡാണ് പഠിക്കുന്നത്. ഏത് ആക്സിസ്? അതിന് പെർപെൻഡിക്കുലർ ആക്സിസ്, ലെങ്തിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സെൻറ്ററിൽ കൂടിയുള്ള ആക്സിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള MI കണ്ടുപിടിക്കുകയാണ്. അതിന് ഇക്വേഷനാണ് നമ്മൾ നേരത്തെ തന്നെ എഴുതി വെക്കുന്നത്. I is m into L square by 12 plus R square by 4. ഇതെങ്ങനെ കണ്ടുപിടിക്കും എന്ന് നോക്കുക. നമ്മളതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് കാണിച്ചിരിക്കുന്നത്. P0 Q0 താഴെയുണ്ട്. P0 Q0 ആണ് അതിൻ്റെ പെർപെൻഡിക്കുലർ ആക്സിസ്. പിന്നെ അതിൻ്റെ ഓൺ ആക്സിസ് നടക്കുന്നത് വലിച്ചിട്ടുണ്ട്. ഓയിലാണ് ഈ രണ്ട് ആക്സിസ് മീറ്റ് ചെയ്യുന്നത്, ഓൺ ആക്സിസ് ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ്. L is the length and m is the mass of the cylinder. അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ MI ആണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഈ സിലിണ്ടറിനെ നമ്മൾ അനേകം സർക്കുലാർ ഡിസ്കായിട്ട് ഭാഗിക്കണം. ഒരു കത്തി വെച്ച് മുറിക്കുന്നത് പോലെ P0 Q0ക്ക് ഡയമീറ്ററിന് പാരലായിട്ട് ഇങ്ങനെ അനേകം ഡിസ്കുകളായിട്ട് ഭാഗിക്കണം. ഡിസ്കായിട്ട്, അതായത് ഒരു വാഴപ്പഴം വെച്ച് നമ്മളിങ്ങനെ ചിപ്സ് ആക്കുന്ന പോലെ. അപ്പോൾ അങ്ങനെ മുറിക്കുക. അങ്ങനെ മുറിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്ലൈസാണ് കാണിച്ചിരിക്കുന്നത്, ഒരു ഡിസ്ക്കാണ് കാണിച്ചിരിക്കുന്നത്. ആ ഡിസ്കിൻ്റെ തിക്നെസ് dx ആണ്. അത് ഓയിലിൽ നിന്ന് x അകലെയാണ്. നമ്മൾ ഈ സിലിണ്ടറിനെ അനേകം എലമെൻ്റൽ ഡിസ്കുകളായിട്ട് ഭാഗിക്കണം. അപ്രകാരം കാണുന്നൊരു ഡിസ്ക്കാണ് ഇവിടെ സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തിക്നെസ് dx ആണ്, x അകലെയാണ്. Now we look, consider a uniform solid cylinder of mass capital M and length L. മാസ് M ഉള്ള ലെങ്ത് L ഉള്ള ഒരു സിലിണ്ടർ വിചാരിക്കുക. അപ്പോൾ സിലിണ്ടറിൻ്റെ പ്രോമിനൻ്റ് ഫാക്ടർ ലെങ്ത് ആണ് കേട്ടോ. നമ്മൾ ഓരോ കേസിലും ഓരോ പ്രോമിനൻ്റ് ഫാക്ടർ പറയും. ഈ യൂണിഫോം റോഡാണെങ്കിൽ നമ്മൾ ലെങ്താണ് പറയുന്നത്, മാസ് പെർ ലെങ്ത് അവിടെ പറയും. സർക്കുലാർ ഡിസ്ക് ആണെങ്കിൽ, ആനുലാർ ഡിസ്ക് ആണെങ്കിൽ നമ്മൾ ഏരിയ പറയും, മാസ് പെർ യൂണിറ്റ് ഏരിയ പറയും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫാക്ടർ അതിൻ്റെ ലെങ്ത് ആണ്. അതുകൊണ്ട് നമ്മൾ മാസ് പെർ ലെങ്ത് പറയും. സോ മാസ് പെർ ലെങ്ത് ഓഫ് ദി സിലിണ്ടർ ഈസ് ഗിവൺ ബൈ റോ ഈസ് m/L. അത് ആദ്യം എഴുതി വെക്കും. എന്നിട്ട് നമ്മളതിനെ ഭാഗിക്കുന്ന കാര്യമാണ് പറയുന്നത്. Let P0 Q0 be an axis through center and perpendicular to the length of cylinder. Imagine the cylinder to be divided into a number of circular discs. Consider one such disc of thickness dx at a distance x from P0 Q0. P0 Q0യിൽ നിന്ന് x അകലെ dx തിക്നെസ് ഉള്ള ഒരു സർക്കുലാർ ഡിസ്ക് സപ്പോസ് ചെയ്യുക. ഏരിയ ഓഫ് ദി ഡിസ്ക് ഈസ് റോ dx. ഇപ്പോൾ ലെങ്ത് ഇൻറ്റു തിക്നെസ്, മാസ് പെർ ലെങ്ത് ഇൻറ്റു തിക്നെസ്, ദാറ്റ് ഈസ് ദി മാസ് ഓഫ് ദി എലമെൻ്റൽ ഡിസ്ക്. ദ MI അബൌട്ട് ഡയമീറ്റർ AB. അപ്പോൾ അതിൻ്റെ ഒരു ഓൺ ഡയമീറ്റർ വരയ്ക്കണം. നമ്മൾ മുറിച്ച് കണ്ട ഡയമീറ്റർ AB, ഈ കാണുന്ന ഡയമീറ്റർ AB, ഇതാണ് ഡയമീറ്റർ AB. ഇവിടെ ഈ കാണുന്ന ഡയമീറ്റർ AB എടുക്കണം. അപ്പോൾ AB ഡയമീറ്റർ അതിൻ്റെ ഡിസ്ക് ഡയമീറ്റർ ആയിട്ട് വരും. ആ ഡയമീറ്റർ P0 Q0ക്ക് പാരലാണ്. ഇപ്പോൾ ഡയമീറ്ററിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ആദ്യം MI കാണണം.
അതാണ് പോയിന്റ്. MIF disk about diameter AB, I disk diameter, that is equal to MR square 4, MR square by 4. നമുക്കറിയാമല്ലോ MIF disk about diameter, moment of inertia of a circular disk about its own diameter, that is MR square by 4. In our case, if the small element is a circular disk of radius r, so its MI can be found by the relation MR squared by 4. MR squared by 4. Here M is rho dx. R is R itself. Radius is same. Radius of the elemental disk and cylinder is same. So MI of the disk under consideration equal to rho dx into R square by 4. Therefore, MI of the whole disk about parallel axis P0 Q0. അതുകൊണ്ട് P0 Q0 അടിസ്ഥാനപ്പെടുത്തി നമ്മൾ MI കാണണം. അതിന് തിയറം ഓഫ് പാരലൽ ആക്സിസ് എടുക്കണം. MI I is equal to rho dx R square by 4. I0 plus MA square relation അപ്ലൈ ചെയ്യാൻ. I0 plus MA square relation അപ്ലൈ ചെയ്യാൻ. ഇവിടെ ഞാൻ I എന്നും I0 എന്നും എഴുതുന്നില്ല, അതിൻ്റെ വാല്യൂസ് കൊടുക്കുകയാണ്. MI is equal to rho dx R square by 4, that is I0, plus rho dx in a square, MA square. M is the mass of the disk which is here, rho dx, and distance between the two axes is x. So MI of the elemental sample disk from P0 Q0 equal to rho dx into R square by 4 plus rho dx into a square. This we write using the equation I is I0 plus MA square. എനിക്കത് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ ഈ പടം നോക്ക്, ABR ഡയമീറ്റർ. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി MI കണ്ടു, MR സ്ക്വയർ ബൈ 4 എന്ന ഫോർമുല വെച്ച് കണ്ടു. റോ ഡി എക്സ് ഇൻറ്റു R സ്ക്വയർ ബൈ 4, റോ ഡി എക്സ് ഇൻറ്റു R സ്ക്വയർ ബൈ 4. ആ MI നമ്മൾ ഇങ്ങോട്ട് മാറ്റിയാണ്, ആ P0 Q0യിലേക്ക്. അതിന് പാരലാക്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ I is equal to I0 plus MA സ്ക്വയർ. I0 ആണ് MR സ്ക്വയർ ബൈ 4, പിന്നെ MA സ്ക്വയർ ആണ് മാസ് ഇൻറ്റു റോ ഡി എക്സ് ഇൻറ്റു അകലം, രണ്ട് തമ്മിൽ അകലം. അകലം അങ്ങനെ എടുക്കുമ്പോൾ കിട്ടും. പത്രം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ഇത്തരം അനേകം ഡിസ്ക് കൂടി ചേർന്നതാണ് നമ്മുടെ സിലിണ്ടർ എന്നുള്ളത് കൊണ്ട് കംപ്ലീറ്റ് സിലിണ്ടറിൻ്റെ MI കണ്ടുപിടിക്കാൻ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. MI ഓഫ് ദി ഹോൾ സിലിണ്ടർ is obtained by integrating the above expression between limits x is equal to minus L by 2 and x is plus L by 2. കാരണം നമ്മൾ നടുക്ക് ആക്സിസ് വിചാരിച്ചാൽ റൈറ്റ് ലെഗ് ലെങ്ത് പ്ലസ് ആയിട്ടും പ്ലസ് L by 2 വരെയും ലെഫ്റ്റ് ലെഗ് ലെങ്ത് മൈനസ് L by 2 വരെയും എടുക്കണം. therefore I is equal to integral minus L by 2 to plus L by 2 rho dx by 4 into R square plus rho dx into square. We separate the integral equal to minus L by 2 to plus L by 2 rho dx into R square by 4 plus minus L by 2 to plus L by 2 rho dx into S square. Now we write 2 times, in the form 2 times, that is 2 into integral 0 to L by 2. So you know it, the integral minus it plus a y dx is equal to 2 integral 0 to a, in that manner. So 2 integral 0 to L by 2 rho dx into R square by 4 plus 2 into integral 0 to L by 2 rho dx into x square. This we separately integrate. Separate integration equal to R square by 4 is taken in front of the integral sign. 2 rho R square by 4 integral 0 to L by 2 dx plus 2 rho integral 0 to L by 2 S square dx. That is equal to rho R square by 2 x from 0 to L by 2 plus 2 rho
x cubed by 3 from 0 to L by 2. Put the limits. Rho r square by 2 L by 2 plus 2 rho L square by 8. When we put the limit, we get L by 2 whole cubed. L cubed by 8 by 3. That is rho r square L by 4 plus rho L cubed by 12. Putting for rho, I is equal to m by L into r square L by 4 plus m by L cubed by 12. That is I is equal to mr square by 4. Rhoയുടെ value m by L ആണ്. mr square by 4 plus ml square by 12. m is taken as common factor. I is m into L square by 12 plus r square by 4. That's the result. ഇനി ഇതിന് രണ്ട് സിമ്പിൾ കേസ് ഉണ്ട്. സിമ്പിൾ കേസ്. ഒന്നാമത്തത് എം ഐ അബൌട്ട് എ പാരലൽ ആക്സിസ് ത്രൂ വൺ എൻഡ്. ഈ സിലിണ്ടറിന്റെ ഒരു അറ്റത്ത് കൂടി ആക്സിസ് വിചാരിച്ചാൽ എന്താണ് എം ഐ? അപ്പൊ നോക്കി, അതാണ് ഹെഡിങ്. എം ഐ ഓഫ് സോളിഡ് സിലിണ്ടർ അബൌട്ട് എൻ ആക്സിസ് പാസിംഗ് ത്രൂ വൺ എൻഡ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ലെങ്ത്. അപ്പൊ ഈ കേസ് എടുക്കുമ്പോൾ ഫോർമുല ഇങ്ങനെ വരും. ഐ ഇസ് എം ഇൻറ്റു എൽ സ്ക്വയർ ബൈ 12 പകരം എൽ സ്ക്വയർ ബൈ 3 പ്ലസ് ആർ സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും. ഇതാണ് സിലിണ്ടർ. നടുക്കൂടിയുള്ളതാണ് പി സീറോ ക്യൂ സീറോ. ഇങ്ങോട്ട് മാറ്റി പി ക്യൂ ആണ് പാരലൽ ആക്സിസ് ത്രൂ വൺ എൻഡ്. നമുക്ക് ഐ പി ക്യൂ ആണ് പിടിക്കേണ്ടത്. വി ഹാവ് ടു ഫൈൻഡ് ഐ പി ക്യൂ. പി ക്യൂ ഇസ് എൻ ആക്സിസ് പാസിംഗ് ത്രൂ വൺ എൻഡ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ലെങ്ത്. വി ഹാവ് ടു ഫൈൻഡ് ഐ പി ക്യൂ. ആൻഡ് ഫോർ ദാറ്റ് വി അപ്ലൈ തിയറം ഓഫ് പാരലൽ ആക്സിസ്. When we apply that theorem, the result we obtain is I is m into L cubed by L square by 3 plus R square by 4. You look at the derivation. Let PQ be an axis through one end and perpendicular to length. PQ ആണ് one end axis എന്ന് കരുതുക. അത് ലെങ്തിന് പെർപെൻഡിക്കുലർ ആണ്. By theorem of parallel axis, I is I0 plus MA square. I is IP question mark. I0 is IP0 Q0. That is, that we have seen M into L square by 12 plus R square by 4. And A is L by 2. The distance between the two axes is L by 2. Therefore, I is m into L square by 12 plus R square by 4 plus ml square by 3. Remove the bracket. ml square by 12 plus mr square by 4 plus ml square by 4. The first and third term contains only m and l. So we can group them together. m into L square by 12 plus L square by 4 plus mr square by 4. L square by 12 ആൻഡ് എൽ സ്ക്വയർ ബൈ 4 കൂട്ടുമ്പോൾ എൽ സ്ക്വയർ ബൈ 3 എന്ന് കിട്ടും. കൂട്ടാറിയാലോ നിങ്ങൾക്ക്. അപ്പോൾ എൽ സ്ക്വയർ ബൈ 12 പ്ലസ് എൽ സ്ക്വയർ ബൈ 4 is എൽ സ്ക്വയർ ബൈ 3. Therefore, ml square by 3 plus mr square by 4. m is taken out. I is m into L square by 3 plus r square by 4. ഇതിന് ഒരു കേസ് കൂടെ സി പാർട്ട്. തേർഡ് കേസ്. എം ഐ ഓഫ് സിലിണ്ടർ അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്. അതിൻ്റെ സ്വന്തം ആക്സിസ് എടുത്താൽ എന്താണ് എം ഐ? ഈ സിലിണ്ടറിൻ്റെ ഓൺ ആക്സിസ് എടുത്താൽ എന്താണ് എം ഐ? നമ്മളിപ്പോൾ പറയുന്നത് രണ്ട് പെർപെൻഡിക്കുലർ ആക്സിസ് ആണ്. ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് ആക്സിസ് പാസിംഗ് ത്രൂ വൺ എൻഡ് പെർപെൻഡിക്കുലർ ടു ലെങ്ത്. ദെൻ വി ഹാവ് ടു സേ കൺസിഡർ its own axis. That is, its axis through the midpoint and perpendicular to the end face of the cylinder. Here the relation is I is mr square by 2. This is a special case of circular disc. If the cylinder contracts lengthwise, it becomes, you read it carefully, if the cylinder contracts, ചുരുങ്ങുന്നു,
ലെങ്ത് വൈസ് ഇറ്റ് ബിക്കംസ്, അതായത് ഈ സിലിണ്ടറിന്റെ ഓൺ ആക്സിസ് ആണ് എടുക്കുന്നത്. ഓൺ ആക്സിസ് ഇതാണ് പടത്തിൽ കാണിക്കുന്നത്. ഓൺ ആക്സിസ് കേട്ടോ, ഓൺ ആക്സിസ് ആണ് പടത്തിൽ കാണിച്ചിരിക്കുന്നത്. സിലിണ്ടർ നമ്മൾ കുത്തനെ എടുത്തിരിക്കുകയാണ്. എന്നിട്ട് വിചാരിക്കണം ഈ സിലിണ്ടർ ചുരുങ്ങുന്നതായിട്ട് വിചാരിക്കണം. ഈ മുകളിൽ നിന്ന് റിപ്പോർട്ട് അല്ലെങ്കിൽ താഴെ നിന്ന് മേപ്പോട്ട് ചുരുങ്ങി വരുമ്പോൾ ഒരു ഡിസ്ക് കിട്ടും. അപ്പോൾ ഡിസ്കിന് ഫലം മതി, ലെങ്തിന് റോളില്ലാതെ വരും. ഈ സിലിണ്ടർ അതിൻ്റെ ലെങ്ത് വൈസ് കോൺട്രാക്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരു സർക്കുലർ ഡിസ്ക്കാണ് ഈ കേസ്. ഇപ്പോൾ ഓൺ ആക്സിസിൽ സിലിണ്ടറിനെ ഒരു സർക്കുലർ ഡിസ്കായിട്ട് വിചാരിച്ചാൽ പിശകില്ല. അപ്പോൾ സർക്കുലർ ഡിസ്കിൻ്റെ ഫോർമുല മതിയാകും. ഇറ്റ് ഇസ് വെൻ കോൺട്രാക്റ്റഡ് ലെങ്ത് വൈസ് വി ഗെറ്റ് എ സർക്കുലർ ഡിസ്ക് ആസ് ഷോൺ. ഇൻ ദാറ്റ് കേസ് the formula becomes I is equal I disk mr square by 2. That is I disk mr square by 2. Therefore, I solve the cylinder about its own axis. That is I is mr square by 2. That is all with our 7th lecture. Thank you very much.